ഇത് ഞാൻ ചെയ്യുമോയെന്ന് എനിക്കറിയാൻ വയ്യ, നല്ല പേടിയുണ്ട്. ഈ 65 മീറ്ററിനൊന്നും ഒരു കണക്കില്ല. എൻ്റെ പൊന്നെ കാലൊക്കെ വിറയ്ക്കും കേട്ടോ. ഐ എം അഫ്രൈഡ്. ഐ ഡോണ്ട് നോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിളി പാറുന്ന വീഡിയോ കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോവാം. ഇൻട്രോ പറയാൻ മറന്നുപോയി. ഹംഗ്രി ട്രക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്നല്ലേ, വയനാടായി മാറിയ വയനാടായി മാറിയ നമ്മുടെ സ്വന്തം വയനാട്ടിലാണ്. ഇപ്പോൾ നമ്മുടെ നിൽക്കുന്ന അൾട്രാ പാർക്കിലാണ്, വയനാട് അൾട്രാ പാർക്ക്. നമ്മുടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാത്തിൻ്റെയും ടിക്കറ്റ് എടുക്കേണ്ട ഇവിടുന്നാണ്. അതായത് സ്വിങ്, സിപ്പ് ലൈന്, പിന്നെ കപ്പിൾ സ്വിങ്, പിന്നെ സിംഗിളായിട്ട് വന്നിട്ട് നമുക്ക് സ്വിങ് എടുക്കാം. എല്ലാ രീതിയിലുള്ളതുണ്ട്. ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ബഞ്ചി ജമ്പിങ്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടൊക്കെ പോകുന്ന വേ ഇതുപോലെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് shoe. Yeah, I have shoe. So it's better to put the shoes Yeah, on. fine. And so about this form, I'll tell you something. Okay. So this form is all about if you have any injuries and if you hide it because of that, and you are jumping with that injury, and because of that you'll face some, extra more injurious things that will be on your own. Okay. Now, if you don't have anything, it will be fine. Okay. Yeah, I have no health injuries or ankle sprain something. I have no injuries. Right? Okay, then. Okay. And this thing is the feelings in here and over there on the top. It will be different, right? So you feel like I will be not jumping and you will feel a little scary. So if you back up from there, you will not be refunded like that only. Pay not. No, sir. Okay. So that's the only thing mentioned in here. Okay. So I'll just make you ready first, okay? നമ്മൾ ബഞ്ചി ജമ്പിങ് ചെയ്യാൻ പോവാണ്. അവർ പറയുന്നത് നമുക്ക് ഹെൽത്ത് ഇഞ്ചുറീസോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മളിപ്പം ഹൈറ്റ് കയറിയതിന് ശേഷം ഇത് ഹൈറ്റ് കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്ത് തരത്തില്ല എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ബ്രീഫിങ്ങാണ്. Okay. So not wearing any jewelries, right? Chains, watch, bracelets, belts, anything? No. Okay. ഇത് ഹാർനസ് ആണ്. Your hand here? നല്ല പേടിയുണ്ട് കേട്ടോ. ബഞ്ചിയൊക്കെ ഇട്ട് എൻ്റെ ഹാർനസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവർ പറഞ്ഞത് നമ്മൾ മേളിൽ നിന്നിട്ട് സ്വിമ്മിങ് ഡയറക്ഷൻ ഉണ്ടല്ലോ, അതായത് നമ്മളിങ്ങനെ നിൽക്കുക, കൈ ഇരുന്നിട്ട് ചെസ്റ്റും ഹെഡുമാണ് നമ്മൾ ആദ്യം താഴോട്ട് പോകേണ്ടത് ഇങ്ങനെ. അന്നേരമാണ് ആ ഒരു കറക്റ്റ് ഇത് വരുന്നത്. നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. നല്ല പേടിയുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഞങ്ങൾ പണ്ട് അമീനുമായിട്ട് മേഘാലയ പോയ സമയത്താണ് ഈ ബഞ്ചി ജമ്പിങ് അവിടെ കാണുന്നത്. അന്നേരം മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു ബഞ്ചി ജമ്പിങ് ചെയ്യണമെന്നുള്ളത്. ഇവിടെ വയനാട് വന്നപ്പോഴത്തേക്കിന് ചെയ്യാനായിട്ട് വന്നതാണ്. നല്ല പേടിയുണ്ട്. എങ്ങനെ എന്തോ സംഭവിക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ. ഇവിടെ നല്ല മഴയുണ്ട്. മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. നല്ല പേടിയുണ്ട്. ഇന്ന് വിറയ്ക്കുക. എന്തായി തീരുവോ എന്തോ. നമ്മളത് നല്ല പേടിയുണ്ട് കേട്ടോ. പേടിയുണ്ട് ചേട്ടാ, പേടിയുണ്ട്. കുറച്ചല്ല, നല്ല പേടിയുണ്ട്.
കുറച്ച് ഫൺ ഭയങ്കര പേടി ഭയങ്കര ഫൺ അതിൻ്റെ മേലിൽ നിന്ന് നമ്മൾ മേളിലെത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും. എൻ്റെ പൊന്നെ, ഈ 65 മീറ്ററിനൊന്നും ഒരു കണക്കില്ല. എൻ്റെ പൊന്നെ, കാലൊക്കെ വിറക്കി കേട്ടോ. ദാ ഇവിടുന്ന് ചാടാൻ പോന്നെ. മിക്കവാറും ഞാൻ ഇത് ചെയ്യത്തില്ല. ഈ ക്യാമറയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. So scary. I'm afraid. Everybody get afraid, brother. I don't know. You afraid, me afraid, While everybody doing afraid. bungee, No afraid, no fun. no scared, no fun, brother. Come. Okay? I can try in the next bungee. No, brother. You have to try now, brother. Okay? I now don't and know, never, brother. It's all. Tomorrow will never come, brother. Oh, Okay, the brother. walkie-talkie told another 2 bungee. Huh? The You walkie-talkie. have to go now, man. Now, brother, you have to go now because Brother. we are already ready. We already are on the top, brother. Okay? Oh. If you return from here, there will be no second chance, brother. And another thing, now weather is good. Adipoli, brother. Adipoli for the video. All are good, All but are good. All are good. Okay, you also will be good. Okay. Problem Later is, also same, brother. Same feeling, brother. problem is my legs are. no problem. We are here Later, to help later, listen. Later, raining. We cannot take drone video. Now the weather is good, so you go now. Okay. Okay, come forward. You have to take it. Give it to us now. നമ്മള് മേളിലെത്തി കേട്ടോ. ഇത് ഞാൻ ചെയ്യുമോയെന്ന് എനിക്കറിയാൻ വയ്യ. നല്ല പേടിയുണ്ട്. മിക്കവാറും ഞാനിത് തിരിച്ച് താഴെ ഇറങ്ങും കേട്ടോ. എൻ്റെ പൊന്നു മോനെ, വിചാരിച്ച ഐറ്റം അല്ല ഇത്. എൻ്റെ റബ്ബേ, പടപടാന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റും. ഓ, എൻ്റെ പൊന്നെ.
little bit forward. Left one. Very good. Anas, look up. Make your body straight, brother. Be a man, brother. Be a man. Be a lion, brother. Okay, brother. Now and never. Okay, if you don't do this one, you don't know how does it feel, brother. Okay, for that you have to do it, brother. Okay, brother. Anas, you have to overcome your fear, brother. Got it, brother. Okay, brother. Now, brother. You can do it, brother. Believe in yourself, brother. Okay. Very strong. Yes, brother. Take a long deep breath. Take a chin off. Take a long deep breath, brother. Okay, brother. Only the hardest part and challenging part is standing here. It is Bhankara Adipati. Everything fine, everything safe. Only the hardest part is here. Okay? So you trust yourself, you trust us. Now you feel you are the lion, you are the warrior, you are the roadie today. Okay? Alright. Slowly open your hand, brother. I'm holding you from back, brother. Don't worry, you're not going anywhere, brother. Slowly, brother. Anas, come on, brother. Make it forward, brother. Make it forward, your hand. Make it forward. Another hand, brother. Another hand also. Same. On the back for yourself. We're holding, brother. We're holding, brother. Don't worry, brother. Just open your hand, brother. Don't look down. Open your hand, brother. Slowly, brother. Brother. You can do this, brother. Brother, all are okay. Brother, don't worry about that. All are okay. Everything. Just focus on your jump, brother, for now. Just jump with your head first. Everything is safe, brother. Nothing will happen. You trust yourself, you trust us, okay? I'm in this field for 13 years, brother. Okay? Everything is safe. Everybody get fun. Yes, everybody get ready while standing here, brother. Okay, brother? Brother, are you ready? Yeah. Okay, Vinod sir. Ready? Okay, brother. Countdown. 3, 2, 1. Buzzer. I do it. എന്റെ പൊന്നെ Help me! Help me! Help me! Help me! Woo! Help me! ആക്ച്വലി ഞാൻ വരുന്ന ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ഹരിപ്പാടാണ് എൻ്റെ സ്ഥലം. ഞാൻ ഈ മാസം തന്നെ 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ഇവിടെ വയനാട് അൾട്രാ പാർക്കും ബ്രഹ്മഗിരി കൂടെ ട്രെക്കിങ്ങിന് വന്നതാണ്. വരണമെന്ന് വിചാരിച്ച് റെഡ് അലർട്ട് കാരണം വരാൻ പറ്റിയില്ല. അങ്ങനെ വീണ്ടും ബഞ്ചി ജമ്പിങ് എൻ്റെ ഒരു മെയിൻ ഒരു ഇതായിരുന്നു. വൺ ഓഫ് ദ ഒരു
ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കാര്യം ഞാൻ മേഘാലയ പോയ സമയത്ത് അവിടെ ഈ ബഞ്ചി ജമ്പിങ്ങിൻ്റെയൊക്കെ ഒരു ഇത് കണ്ടത്. അന്നേരം തൊട്ട് മനസ്സിൽ കയറിയൊരു സാധനമാണ് ബഞ്ചി ജമ്പിങ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പം സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ ബഞ്ചി ജമ്പിങ് നമ്മുടെ അൾട്രാ പാർക്കിൽ വന്നെന്നാണ്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് ബഞ്ചി എടുത്തെന്ന് പറഞ്ഞ് അടിപൊളിയാണ്, ലൈഫിൽ വൺ ഓഫ് ദ ഒരു ടൈമിലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞ് അങ്ങനെ വിചാരിച്ച് ബഞ്ചി ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ്ട് ഇവിടെ വന്നപ്പോൾ മഴ നടക്കത്തില്ലെന്ന് വിചാരിച്ച്. പക്ഷേ ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും നമ്മുടെ ബഞ്ചി ചെയ്യുന്ന ഗൈഡ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം നല്ല രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത്. ഞാൻ ഇവിടെ നിന്ന് മേളിൽ കയറിയപ്പോഴത്തേക്കിന് ഹൈറ്റ് എല്ലാം കൂടെ കണ്ടപ്പം കിളി പാറി എനിക്ക്. ഞാൻ വിചാരിച്ച് ബ്രോ തിരിച്ച് താഴെ ഇറക്കിയേരെ, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. തിരിച്ച് താഴെ ഇറക്കാൻ പറഞ്ഞു. പക്ഷെ അവന്മാർ 3 പേരോടെ പറഞ്ഞു ബ്രോ ഇത് ലൈഫിൽ ഒരു തവണ ചെയ്യുന്ന ഒരു ഐറ്റമാണ്, ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക. അവർ നല്ല രീതിയിൽ കുറേ മോട്ടിവേഷൻസ് എല്ലാം തന്നിട്ട് ചെയ്ത് മേളിൽ നിന്ന് താഴോട്ട് ചാടിയപ്പം എൻ്റെ കിളി പാറി. ഞാൻ വിചാരിച്ച് താഴോട്ട് ചാടിയങ്ങ് തീരുവാന്ന്. അമ്മാതിരി ഒരു ഇതായിരുന്നു. പിന്നെ നമ്മൾ ആ ബഞ്ചിയുടെ ആ ഒരു ഹുക്ക് വന്ന് നമ്മളെ ഹോൾഡ് ചെയ്ത് 2-3 തവണ ബഞ്ചി ഇത് ജമ്പ് ചെയ്ത് താഴോട്ട് വന്ന ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. ഒരു 1 മിനിറ്റ് മാക്സിമം ആയിരിക്കും, പക്ഷേ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ തിങ്ക് ചെയ്ത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവർ വിട്ടു മാറിയിട്ടില്ല. സൂപ്പറായിരുന്നു കേട്ടോ. ഒരു ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ബഞ്ചി ജമ്പിങ് എന്ന് പറയുന്നത്. സൂപ്പർ. ഫൈനലി നമ്മൾ വേണ്ട ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറി കേട്ടോ. തെന്നലും ഉണ്ട്. താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് താഴെ കാണാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ ഈ അൾട്രാ പാർക്ക്. പിള്ളേർക്കാണെങ്കിലും ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും എൻജോയ് ചെയ്യാനുള്ളതുണ്ട്. അഡ്വഞ്ചർ വേണ്ടവർക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റി ഉണ്ട്. അതുകൂടാതെ സ്വിങ്, സിപ്പ് ലൈന്, പിന്നെ VR എഫക്ട്സ് ഉള്ള ക്രിക്കറ്റ്, സ്നോ, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ ഈ അഡ്വഞ്ചർ പാർക്കിലുണ്ട്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം അൾട്രാ പാർക്കിൽ കഴിഞ്ഞ പ്രാവശ്യം വയനാട് വരാൻ നേരം ബഞ്ചി ജമ്പിങ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അന്ന് നടന്നില്ല. അന്ന് വയനാട് റെഡ് അലർട്ട് ആയത് കാരണം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്രാവശ്യം വന്നപ്പോൾ നല്ല മഴ. അവർ പറഞ്ഞു മഴയാണ്, ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് വരുമോ അതിന് വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവർ മഴ മാറിയ സമയം നോക്കി അവർ സെറ്റ് ചെയ്ത് തന്നു. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ട് അമ്മാതിരി ഐറ്റം. എന്തോ കുറേ നേരത്തേക്ക് എനിക്ക് എൻ്റെ മൈൻഡ് ഔട്ടായതുപോലായിരുന്നു. കിളി പാറി. എന്തായാലും ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ഈ ബഞ്ചി ജമ്പിങ്. ഇതെന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ബഞ്ചി ജമ്പിങ് എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഇത് ആദ്യത്തേതുമാണ്. അതുകൂടാതെ തന്നെ നേപ്പാളിൽ ഒരെണ്ണമുണ്ട്. നേപ്പാളിൽ വേൾഡിലെ 2nd ഹയസ്റ്റ് ബഞ്ചി ജമ്പിങ് ഉള്ളത് നേപ്പാളിൽ. നമ്മുടെ ഈ ഗൈഡ് ഉള്ളവന്മാരെല്ലാവരും നേപ്പാളികളാണ് കേട്ടോ. നേപ്പാളിൽ നിന്ന് വന്നവരാണ് എല്ലാ ഗൈഡുകാരും. പക്ഷെ എല്ലാവരും അടിപൊളി, ഒന്നിനൊന്നിന് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ആളുകൾ. അങ്ങനെ നമ്മുടെ വയനാട്ടിലെ അൾട്രാ പാർക്കിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം വയനാട്ടിലെ അടിപൊളി ഗ്രാമക്കാഴ്ചകളും ട്രെക്കിംഗ് വീഡിയോകളായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ ഈ വയനാട് അൾട്രാ പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് ലക്കിടിയിലാണ് കേട്ടോ. ലക്കിടി പ്രോപ്പർ ലക്കിടി തന്നെയാണ്. ഇവിടുത്തെ ബഞ്ചി ജമ്പിങ്ങിൻ്റെ റേറ്റ് വരുന്നത് 4000 രൂപ. പിന്നെ സിപ്പ് ലൈന് അങ്ങനെയുള്ള ആക്ടിവിറ്റിക്കൊക്കെ 200, ഗ്ലാസ് ബ്രിഡ്ജിന് 300, 200 അങ്ങനെ പല റേറ്റുകളാണ് വരുന്നത് കേട്ടോ. എന്നാലും വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വയനാട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. ബഞ്ചി ജമ്പിങ് ചെയ്തില്ലെങ്കിൽ പോലും ആ ഒരു അമേസിങ് എക്സ്പീരിയൻസ് ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. സൂപ്പർ സാധനമാണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല.